ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? പണ്ടൊക്കെ നമ്മൾ ഈ ചായക്കടകളിൽ ചില്ല് പെട്ടിയിലിരിക്കുന്നത് ആണ് കാണാറുള്ളത്. ഇപ്പോൾ അത് പാക്കറ്റുകളിലൊക്കെ ആയി. ഇപ്പം നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാവുന്നത് നോക്കി എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പാണോ അളവെടുക്കുന്നത് ആ പഞ്ചസാര എടുക്കുക. അതിനകത്തോട്ട് 2-3 ഏലക്കയും കൂടി ഇടുക. അത് പൊടിച്ചിട്ട് അതിനകത്തോട്ട് മുട്ടയും കൂടെ ചേർത്ത് ഒരു മുട്ടയും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് 2-3 ടേബിൾ സ്പൂണ് പാലും കൂടെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതായത് നമ്മൾ ഒത്തിരി മുട്ട ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് സ്വല്പം പാല് ചേർക്കുന്നത്. നമ്മൾ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ഞാൻ അതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ അത്രയും തന്നെ ഒരു ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി എന്നൊക്കെ പറയും, അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിനകത്തോട്ട് അടിച്ചുകൊണ്ട് വന്ന ബാറ്ററും കൂടെ ഒഴിക്കുക. ഈ ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഇളക്കിയെടുക്കണം. അതായത് ഒരു ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെയുള്ള പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം കുഴയ്ക്കുമ്പോഴത്തേക്ക് കയ്യെ പിടിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് എടുത്തിട്ടാണ് കുഴയ്ക്കുന്നത്. കുഴച്ചിട്ട് നമുക്ക് ഒരു വെള്ളമെല്ലാം മാവിലേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കൈ കൊണ്ട് പരത്തി എന്നിട്ട് ഒരു ഡോ ആക്കി എടുക്കുക. അതായത് ഈ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനെടുക്കുക. അപ്പോൾ നമുക്ക് അത് 2 ഭാഗങ്ങളാക്കുക. ഒറ്റ ഭാഗമാക്കുക വലിയ പാടാണ്. 2 ഭാഗങ്ങളാക്കിയിട്ട് ഒരു സിലിണ്ടർ രൂപത്തിൽ നമുക്കത് ഉരുട്ടിയെടുക്കണം. ഒരു സിലിണ്ടർ രൂപത്തിൽ അത് എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കുക. പീസാക്കിയിട്ട് നമുക്ക് അത് മൊത്തം മുറിക്കരുത്, പകുതി വരെ മുക്കാൽ ഭാഗം വരെ മുറിച്ചിട്ട് ആണ് നമ്മൾക്ക് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ അത് വറുത്തെടുക്കുന്നത്. ഉടനെ തന്നെ ചെയ്യാം, പക്ഷേ വേണമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് ഉടനെ വേണമെങ്കിലും ചെയ്യാം, അരമണിക്കൂർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിതുകൊണ്ടാണ് മുറിച്ച് എടുക്കുന്നത്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണിലൊന്ന് എനേബിൾ ചെയ്യണേ, ഓൾ എന്ന ഓപ്ഷനിൽ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിലേ എനിക്ക് എൻ്റെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ പകുതി മുക്കാൽ ഭാഗം വരെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അത് പിച്ചാത്തി കൊണ്ട് വേണമെങ്കിൽ മുറിക്കാം, എന്ത് വേണമെങ്കിലും മുറിക്കാം. പിന്നെ ഞാനൊരു സ്ക്രാപ്പർ കൊണ്ടാണ് ഇങ്ങനെ അതിന് ഒരു മുറിവ് കൊടുക്കുന്നത്. അതിനി നമുക്ക് എണ്ണ അടുപ്പ് വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിനി അത് വറുത്തെടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി ആകരുത്, തിളയ്ക്കരുത്. എണ്ണ ചൂടായി കഴിഞ്ഞൊരു മീഡിയത്തിൽ നിൽക്കണം അതിൻ്റെ ചൂട്. നമ്മൾ അതിൽ നിന്നൊരു ഇച്ചിരി ഇട്ട് കൊടുത്ത ഉടനെ അത് പയ്യെ താഴെ പോയിട്ട് പൊങ്ങി പയ്യെ മേലോട്ട് കയറി വരുന്ന പരുവാകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിരിക്കും. ഇതിപ്പോൾ എണ്ണ കറക്റ്റ് പരുവാ, കണ്ടോ, അത് വെന്ത്. അതുപോലെ തന്നെ തീ ഒത്തിരി കൊടുത്താൽ അത് വേഗത്തില്ല, വേഗത്തില്ല. അതുകൊണ്ട് ഇനി നമുക്ക് തീയിൽ നല്ല ഒരുമാതിരി ചൂടായിട്ടുണ്ട്. തീയിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മഞ്ഞ കളറോ അല്ലെങ്കിൽ വല്ല ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വേറൊരു കളറാകും. മൂക്കുമ്പോൾ ഉള്ള കളറുണ്ടല്ലോ. മഞ്ഞപ്പൊടിയാണെങ്കിൽ അത് വേറെ കളർ വരും. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് പയ്യെ തീ കൊടുത്തിട്ട്, ഒത്തിരി തീ കൊടുക്കരുത്, ചെറിയ തീ കൊടുത്തിട്ട്, സിമ്മിലിടണ്ട, കുറച്ചുകൂടി തീ കൊടുത്ത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒരു കളർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്കത് വറുത്ത് കോരി എടുത്ത്
നമുക്ക് കാപ്പിക്കൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്കിത് ഈ സൈഡിലിരുന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒത്തിരി പ്രാവശ്യം എനിക്ക് ഒത്തിരി അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലിരുന്നാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. വെള്ളം തിളച്ച് കാലയിലോട്ട് വീണിട്ടുണ്ട്. തിളച്ച് വെള്ളം പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് കുടം മറിഞ്ഞ് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ വീണിട്ടുണ്ട്. ഇതെല്ലാം പരുവായിട്ടുണ്ട്. കണ്ട, ഇനി നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ സ്നാക്സ് വീട്ടുകാർക്കായിക്കോട്ടെ. ഓക്കേ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.